ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അഭിജിത്ത് ടാഗ്രഷിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചാമാരെ, കാത്തിരിപ്പിരിവിനാമം കുറിച്ചുകൊണ്ട് അല്ലു അർജുൻ്റെ പുഷ്പ എന്ന മൂവിയുടെ ട്രീസർ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പേര് കാത്തിരുന്ന മൂവിയാണ്. ഏകദേശം പറഞ്ഞാൽ അല്ലു അർജുൻ്റെ മോസ്റ്റ് അവൈറ്റിംഗ് മൂവിയാണ് പുഷ്പ ദ റൂൾ. എനിവേ എൻ്റെ ട്രീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം. മൈത്രി മൂവി മേക്കേഴ്സാണ് ട്രീസർ പുറത്തോട്ടിരിക്കുന്നത്. 1 മിനിറ്റും 8 സെക്കൻഡുമാണ്. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓ ഗൈസ്, സുകുമാർ ധാരാളം നോക്കിക്കേ. സ്റ്റാർ അല്ലു അർജുൻ. അയ്യോ ഗൈസ്, കറക്കി എടുത്തു. ഐക്കോണിക് സ്റ്റാർ സുകുമാർ ഫിലിം സ്റ്റാർ. ബർത്ത്ഡേ ഓഗസ്റ്റ്. അയ്യോ കഴിഞ്ഞു. മച്ചാമാരെ, ഇത് ട്രീസറായിട്ടൊന്നും കൂട്ടരുത് കിട്ടാം. എനിക്ക് നിങ്ങളെ ട്രീസറായിട്ട് കണ്ടാലും പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. എനിക്കിത് ട്രീസറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ബർത്ത്ഡേ മാഷപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ട്രീസർ പറഞ്ഞിട്ടാണ് അവന്മാരെ ഇറക്കിയത്, പക്ഷേ ട്രീസറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ട്രീസർ കണ്ടിട്ട് തോന്നുന്നത് വെച്ചാൽ നല്ല വിഷ്വൽസും അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല BGM ഒക്കെ ഉണ്ട്. നമുക്ക് ആ പഴയ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തത്, ട്രീസറിനെ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു സാധനമാണ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല, ചാടായി പോയി. എന്തായാലും KGF 2 നോക്കി വെച്ചിട്ടാണ്, KGF 2 പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുകുമാർ ഒരു 5 പടിമേൽ 10 പടിമേൽ സിനിമ എടുത്തിരിക്കുന്നത്. ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് മാറ്റി ചെയ്തേ കാരണം സിനിമ എവിടെയൊക്കെ എത്തുന്നു കണ്ടന്നെ അറിയണം. സിനിമ കണ്ടന്നെ അറിയണം. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ഡിസൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ട്രോള് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ട്രോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ നിന്ന് കത്തും. ഈ വർഷത്തെ അല്ലു അർജുൻ മൂവിയിലെ 1000 കോടി ക്ലബിൽ കയറുന്ന അടുത്ത ഇല്ലെങ്കിൽ അല്ലു അർജുൻ മൂവിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത്രത്തോളം ഹൈപ്പ് ഉണ്ട് ഈ ഒരു മൂവിക്ക്. എനിവേ എന്തായാലും കണ്ട് തന്നെ അറിയണം. എന്തായാലും അല്ലു അർജുൻ ഫാൻസിന് വിഷ്വൽ ട്രീറ്റാണ് സുകുമാർ എടുത്തു വെച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി, ഈ വർഷം ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തിയേറ്റർ വേൾഡ് വൈഡ്. ഓവറോൾ എന്തായാലും ട്രെയിലറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഇത് സാറ്റിസ്ഫൈഡ് അല്ല. എന്തായാലും ഞാൻ ട്രെയിലറിന് വേണ്ടി, നമുക്ക് അതിലെന്തെങ്കിലും കിട്ടും ട്രെയിലറിന് കണ്ട്. ഇനി ട്രെയിലർ കണ്ട് നമുക്ക് എന്തെങ്കിലും പറയാം. എന്തായാലും വെച്ചാൽ ഇനി സിനിമ കണ്ടിട്ട് ഇതിലൊന്നും കണ്ടിട്ടൊന്നും അഭിപ്രായം പറയാനില്ല. എന്തായാലും ട്രെയിലർ അത് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.